ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മല്ലു ഗോസ്റ്റ് ഹണ്ടർ. മല്ലു ഗോസ്റ്റ് ഹണ്ടറിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാട്ടിൻപുറങ്ങളിലും പഴയ മുത്തശ്ശി കഥകളിലുമെല്ലാം ഒരുപാട് കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ദേവീദേവന്മാരുടെ വരത്തുപോക്കുകൾ. വീടിനടുത്ത് അമ്പലമുള്ളവർ ചില പ്രത്യേക ദിവസങ്ങളിൽ രാത്രി സമയങ്ങളിൽ പുറത്തിറങ്ങുകയില്ലായിരുന്നു. കാരണം ദേവീദേവന്മാരുടെ വരത്തുപോക്കാണ്. അത്തരം ഒരു യുവാവിന് അനുഭവിക്കേണ്ടി വന്ന ഒരു ഭയാനകമായ അനുഭവമാണ് ഇന്ന് ഞാനിവിടെ പങ്കുവയ്ക്കുന്നത്. പാലക്കാട് താമസിക്കുന്ന അരുൺ എന്ന് പറയുന്ന ഒരു സുഹൃത്തിനാണ് ഈ ഒരു ഭയാനകമായ അനുഭവം നേരിൽ ഉണ്ടായത്. നമ്മുടെ അരുൺ എന്ന് പറയുന്ന സുഹൃത്തിന് വീടിൻ്റെ ടൈൽസിൻ്റെ എല്ലാം വർക്കാണ്. മിക്കപ്പോഴും അദ്ദേഹം വൈകുന്നേരം 8 മണിക്ക് ശേഷമാണ് വീട്ടിലെത്താറ്. മാത്രമല്ല, നമ്മുടെ ഈ ഒരു സുഹൃത്തിന് ദൈവങ്ങളിലോ ഇത്തരം ആചാരങ്ങളിലോ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ രാത്രികാലങ്ങളിൽ സഞ്ചരിക്കാൻ ഇദ്ദേഹത്തിന് ഭയമൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ദൈവങ്ങളുടെ വരത്തുപോക്കുകളെക്കുറിച്ച് അവരുടെ നാട്ടിൽ ഒരുപാട് സംസാരമുണ്ട്. പഴയ കാലത്തും ഈ കാലത്തും അതിനെക്കുറിച്ച് പറയുന്നുമുണ്ട്. പക്ഷേ ഈ പുതിയ തലമുറയിൽപ്പെട്ട ആൾക്കാരൊന്നും അതിൽ വിശ്വസിച്ചിരുന്നില്ല. അതിലൊരാളാണ് അരുണും. അങ്ങനെ ഒരു ചൊവ്വാഴ്ച ദിവസം അദ്ദേഹം പാലക്കാട് പട്ടാമ്പിൽ നിന്നും പണി കഴിഞ്ഞ് കുറച്ച് വൈകിയാണ് വീട്ടിലേക്ക് വരുന്നത്. ബസ് ഇറങ്ങിയതിന് ശേഷം ഒരു 2 കിലോമീറ്ററോളം ഉള്ളിലേക്ക് നടക്കാനുണ്ട് അദ്ദേഹത്തിന് വീടെത്താനായിട്ട്. വീട്ടിലേക്ക് പോകുന്ന വഴിയിലായിട്ട് ഒരു പഴയ ഒരു അമ്പലവുമുണ്ട്. അതൊരു പഴയ ദേവീക്ഷേത്രമാണ്. അവിടെ പൂജയും കർമ്മങ്ങളെല്ലാം ചെയ്തിട്ട് ഒരുപാട് വർഷങ്ങളായി. ഇപ്പോൾ അവിടുത്തെ പഞ്ചായത്തും കമ്മിറ്റിയും എല്ലാം ചേർന്ന് ആ അമ്പലം പുതുക്കി പണിയാനായി തീരുമാനിച്ചിട്ടുണ്ട്. വർഷങ്ങളായി പൂജയും വഴിപാടുമൊന്നും നടക്കാതെ കിടക്കുന്ന അമ്പലമായതുകൊണ്ട് തന്നെ ആ അമ്പലത്തിനെ ചുറ്റിപ്പറ്റി ഒരുപാട് ദുരൂഹമായ കെട്ടുകഥകൾ പ്രചരിക്കുന്നുണ്ട്. ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ഈ വഴിയെ ആ സമയത്ത് ആരും പോകാൻ പാടില്ല എന്നും ആ സമയത്തെല്ലാം ദേവിയുടെ വരത്തുപോക്കുണ്ടാവാറുണ്ടെന്നും അവർ പറയുന്നുണ്ട്. മാത്രമല്ല, അങ്ങനെ ആരെങ്കിലും പോവുകയാണെങ്കിൽ ദേവിയുടെ കോപത്തിന് ഇരയാവുമെന്നും ദേവി അവരെ ആക്രമിക്കുമെന്നും അവർ പറയുന്നുണ്ട്. രാത്രികാലത്ത് അതിലെ ഒരു തീഗോളം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതായി പലരും കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അരുണിനെ പോലെയുള്ള പുതിയ തലമുറയിലെ ആളുകൾ ഇതിലൊന്നും ഒട്ടും വിശ്വസിച്ചിരുന്നില്ല. അങ്ങനെ ഇതിനെപ്പറ്റിയൊന്നും കൂടുതൽ ചിന്തിക്കാതെ തന്നെ അരുൺ വീട്ടിലേക്ക് നടന്ന് കുറച്ച് ദൂരം എത്തിയപ്പോഴാണ് അരുണ് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. കുറച്ചു നേരമായിട്ട് വല്ലാതെ ചന്ദനത്തിൻ്റെ മണം അനുഭവപ്പെടുന്നുണ്ട്. ഈ സമയത്ത് എങ്ങനെയാണ് ചന്ദനത്തിൻ്റെ മണമെന്ന് അരുണും വല്ലാതെ ചിന്തിക്കാൻ തുടങ്ങി. എങ്കിലും അതൊന്നും വലിയ കാര്യമാക്കാതെ വീണ്ടും മുന്നോട്ട് തന്നെ നടന്നു. കുറച്ചു നേരം നടന്നപ്പോൾ പിന്നിലൂടെ ആരോ നടന്നു വരുന്ന പോലെ തോന്നി. അതും ഒരു പെൺകുട്ടിയുടെ കാലിലെ കൊലുസിൻ്റെ ശബ്ദം. ആ ഒരു ശബ്ദം അടുത്തടുത്ത് വന്നു. അപ്പോഴാണ് അരുൺ ശ്രദ്ധിക്കുന്നത് അതൊരു കൊലുസിൻ്റെ ശബ്ദമല്ല, മറിച്ച് ഈ വെളിച്ചപ്പാടെല്ലാം കാലിലണിയുന്ന തള എന്ന് പറയുന്ന ആ ഒരു സാധനത്തിൻ്റെ ശബ്ദമാണ് എന്ന്. അരുൺ പതിയെ ഒന്ന് തിരിഞ്ഞു നോക്കി. അവിടെ ഒന്നും തന്നെ കാണാനില്ല. വലിയ കാര്യമാക്കണ്ട എന്ന് വിചാരിച്ച് വീണ്ടും മുന്നോട്ട് നടന്നു. അപ്പോഴാണ് ആ ഒരു ശബ്ദം വീണ്ടും ചെവിയിലേക്ക് തുളച്ചു കയറുന്നത്. അങ്ങനെ നടന്ന് ആ ഒരു പഴയ അമ്പലത്തിൻ്റെ അവിടെ എത്തിയപ്പോഴേക്കും ആ ഒരു ശബ്ദം വളരെ പതുക്കെ ഇല്ലാതെയായി. പക്ഷേ ആ ഒരു അമ്പലത്തിൻ്റെ അവിടെ വളരെ ശക്തമായ ഒരു ചന്ദനത്തിൻ്റെ ഗന്ധം വളരെ അധികമായി ഉണ്ടായിരുന്നു. ചെറിയ തണുത്ത കാറ്റടിക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല, ആ ഒരു തണുത്ത കാറ്റിൽ ചന്ദനത്തിൻ്റെ ഗന്ധം വളരെയധികം രൂക്ഷമായി ഉണ്ടായിരുന്നു. ഉള്ളിൽ എന്തോ ഒരു ഭയം തോന്നിയ അരുൺ വളരെ വേഗത്തിൽ വീണ്ടും നടന്നു. അപ്പോഴാണ് ആ ഒരു പഴയ അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്നും ചെറിയ ഒരു തീഗോളം പൊന്തി വരുന്നത് അരുൺ അവൻ്റെ കണ്ണുകൊണ്ട് കാണുന്നത്. ഈ ഒരു കാഴ്ച കണ്ടതും അരുണിൻ്റെ കൈയും കാലുമെല്ലാം വിറയ്ക്കാൻ തുടങ്ങി. ശരീരത്തിലെ രോമങ്ങളെല്ലാം എണീറ്റ് നിന്നു. ഒന്നും നോക്കാതെ സർവ്വശക്തിയുമെടുത്ത് അരുൺ വീട്ടിലേക്ക് ഓടി. പക്ഷേ ഓടുന്ന വഴിയിൽ ആ ഒരു ഗോളം തൻ്റെ പിന്നിലുണ്ടെന്ന് അരുണ് മനസ്സിലായി. പെട്ടെന്ന് ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ ആ ഒരു തീഗോളം അരുണെ തട്ടിത്തെറിപ്പിച്ച് സൈഡിലേക്ക് വീണ അരുൺ നോക്കുമ്പോൾ ആ ഒരു തീഗോളം വളരെ ശക്തമായി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. ആ ഒരു തീഗോളം നേരെ പോകുന്നത് അവരുടെ ഭാഗത്തുള്ളൊരു മലയുടെ മുകളിലേക്കാണ്.
പണ്ട് ആ ഭാഗത്തൊരു അമ്പലമുണ്ടായിരുന്നുവെന്ന് പഴമക്കാർ പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരുന്നുവെന്ന് അരുൺ പറഞ്ഞു. അപ്പോൾ ഇതിലെല്ലാം ഒരു സത്യമുണ്ടെന്ന് അരുണും അപ്പം തോന്നി. അങ്ങനെ അവിടെ നിന്നും ഒരു വിധത്തിൽ അരുൺ വീട്ടിലെത്തിയപ്പോഴേക്കും ഷട്ടിലാകെ ചെളിയും കറയും ഇവിടെ വീണതിൻ്റെ പാടുമെല്ലാം ഉണ്ടായിരുന്നു. വീട്ടിൽ ഇതിനെക്കുറിച്ച് ഒന്നും തന്നെ അരുൺ പറഞ്ഞില്ല. ഇതെല്ലാം ഒരു കെട്ടുകഥയാകുമെന്നും വിചാരിച്ച് തള്ളിക്കളഞ്ഞ അരുണ് ഇത്തരമൊരു അനുഭവം നേരിട്ടുണ്ടാകുമെന്ന് ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. ഇത്തരമൊരു സന്ദർഭത്തിൽ നിങ്ങളായിരുന്നുവെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക? അത് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കണ്ട. ഈ ഒരു സംഭവം നടന്നിട്ട് ഒരുപാട് വർഷമായി. ഇപ്പോൾ ആ ഒരു അമ്പലത്തിൻ്റെ സ്ഥാനത്ത് പുതിയൊരു ദേവീക്ഷേത്രമെല്ലാം പണിത് പൂജയും കർമ്മങ്ങളുമെല്ലാം ആരംഭിച്ച് വളരെ നല്ല രീതിയിലാണ് പോകുന്നത്. ഇപ്പോൾ അവിടെ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാവരും ഹാപ്പിയാണ്. ഈ ഒരു അനുഭവത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങളുടെ ഭാഗത്തും ഇതുപോലെ ദേവീദേവന്മാരുടെ പോക്കുവരവുകളുണ്ടോ? തീർച്ചയായും ഉണ്ടായിരിക്കും. നിങ്ങളുടെ വീടിനടുത്തുള്ള കുറച്ച് പ്രായമായിട്ടുള്ള ആളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരത് കൃത്യമായി പറഞ്ഞു തരും. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതിനു മുമ്പ് ഇത്തരം അനുഭവങ്ങൾ നിങ്ങൾക്കോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് ഞാനുമായി ഷെയർ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന എൻ്റെ ഇൻസ്റ്റാ ID വഴി ഒരു മെസ്സേജ് അയച്ചാൽ മാത്രം മതി. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം.